ഈമാനിയ. ഈമാനിയത്ത് എന്നാൽ അള്ളാഹുവിന്റെ വിശ്വാസം എന്നാണ് അർത്ഥം. അഥവാ മനുഷ്യരുടെ അള്ളാഹുവിനുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളാണ് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദിനി യുസ്റൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ദിനോപമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അമലുകളുടെ അടിസ്ഥാനം നിയത്താകുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ എന്തെങ്കിലും സഹായം തേടുവാണെങ്കിൽ അള്ളാഹുവിനോട് തേടുക. قال رسول الله صلى الله عليه وسلم أحسن كلام كلام الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല അല്ലാഹുവിന്റെ കലാമാകുന്നു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന കർമ്മങ്ങൾ എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസുകളാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഫ്താഹുൽ ജന്നത്തി അസ്സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സ്വർഗ്ഗത്തിന്റെ താക്കോൽ നമസ്കാരമാകുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ അഅ്മാലി ഇൻദല്ലാഹി അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ആദ്യ സമയത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. മുആമലത്ത് എന്നാൽ ഇടപാടുകൾ എന്നാണ് അർത്ഥം. അഥവാ മറ്റുള്ളവരുമായി ഇടപാടുകൾ നടത്തുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ പുലർത്തേണ്ട സൂക്ഷ്മത എന്നിവയൊക്കെയാണ് ഇതിന് കീഴിൽ വരുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സിദ്ദീഖീന വശുഹദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ എന്നിവരോടൊപ്പമായിരിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂബാ ലിമൻ ത്വാബ കസ്ബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സമ്പാദ്യം ഹലാലായ വ്യക്തിക്ക് ആശംസകൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലബുൽ ഹലാലി വാജിബുൻ അലാ കുല്ലി മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഹലാൽ
അൽ-ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സ്വർഗം മാതാക്കളുടെ കാലിനടിയിലാണ്. قال رسول الله صلى الله عليه وسلم من لم يشكر الناس لم يشكر الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരാൾ ജനങ്ങളോട് നന്ദി കാണിച്ചില്ലെങ്കിൽ അവൻ അല്ലാഹുവിനോട് നന്ദി കാണിച്ചില്ല. ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സ്വീകരിക്കുമാറാകട്ടെ. 40 ഹദീസുകൾ മനഃപ്പാഠമാക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് അടുത്ത് നടക്കുന്നത്. വിദ്യാർത്ഥികൾ എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഹമ്മാദ് ഉസ്താദ് അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു. ഹനീഫ ഫാത്തിമ. ഫാത്തിമ ആലിയ. സൈഹ ഫാത്തിമ. ആമിന നൈറ. അമാന ഫാത്തിമ. ആയിഷ ജഹ്നാറ. ഫൈഹ PS, മുഹമ്മദ് റിസ്വാൻ, മുഹമ്മദ് ഫർഹാൻ, മുഹമ്മദ് ആദം ഹാഷ്മി, ഇഷാൻ ഫസൽ, മുഹമ്മദ് നൂഹ്, ആയിഷ മഹ്റൻ, തസ്മിയ PM, അസ്മ അനം,